സഹോദരങ്ങളെ, അള്ളാഹുവിന് ഒരു സന്താനം ജനിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ വ്യാജം എന്താ? മഹാനായ ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നതിനേക്കാൾ വ്യാജം എന്താ? അപ്പോൾ അതിനു വേണ്ടി അതിന്റെ ഭാഗമായി നടക്കും. ചിലർ പറയും അത് ഡിസംബർ 25-ല്ല, വേറെ ദിവസമാണ് മറ്റ് സെലിബ്രിറ്റികൾ നടത്തുന്നത്. അവിടെ പോയി ഒന്ന് ഒത്തുകൂടി ഒന്ന് ആഘോഷിച്ച് ഒരു കേക്ക് മുറിച്ച് അതിനൊരു ആശംസ നേർന്ന് ഒരു കുറിപ്പ് കൊടുത്ത് ഒരു മെസ്സേജ് അയച്ച് ഒരു സ്റ്റാറ്റസ് വെച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിലൂടെയൊക്കെ അവന്റെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്, അവന്റെ ആദർശത്തെ, നിലപാടിനെ. സഹോദരങ്ങളെ, ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്തില്ല എന്നതുകൊണ്ട് നമ്മൾ ചില ആളുകൾ ധരിക്കുന്നത് പോലെ ഇതര മതസ്ഥർ എന്ത് കരുതുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മുടെ റബ്ബുമായുള്ള ഹക്ക്, അള്ളാഹുമായുള്ള ബാധ്യതകളാണ് മുഖ്യം. മനുഷ്യർ സൃഷ്ടികൾ എന്ന് വിചാരിക്കും എന്നുള്ളതല്ല. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിയായ ആദർശത്തിലും നിലപാടുകളുമാണെങ്കിൽ ആരുടെയും ആക്ഷേപവും അവഹേളനവും നമുക്ക് യാതൊരു ഓർമ്മ ഏൽപ്പിക്കില്ല. ഇവിടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമുകളുടെ സാധാരണക്കാരെ ഒരുപാട് ആളുകൾ ഇത്തരം ആഘോഷങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അതിൽ പങ്കുകൊള്ളുമ്പോൾ എന്നറിയാം ഇതിന് മാറി നിൽക്കുന്നവര് അതിവാദികളും പിന്നെ അതിര് കവിഞ്ഞവരും മതഭ്രാന്തന്മാരുമായി ചിത്രീകരിക്കപ്പെടുന്നു. ശരിക്കും ഒരു മുസ്ലിമിന് അതിൽ പാടില്ല പങ്കെടുക്കാൻ, ഒരു മുസ്ലിമിനും പാടില്ല. പക്ഷെ ചില മുസ്ലിം നാമധാരികൾ അതിൽ പിന്നെ വേഷമിടുന്നു, അതിൽ പങ്കുകൊള്ളുന്നു, ആശംസ നേരുന്നു. അവരൊക്കെ പിന്നെ സാധാരണ മിതവാദികളായ ആളുകൾ, മറ്റൊരു അതിവാദികൾ. ശരിക്കും മിതവാദം എന്നുള്ളത് ഇസ്ലാമിന്റെ ശരിയായ കാഴ്ചപ്പാട്. ആഘോഷങ്ങൾ, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാൻ പറ്റില്ല. അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ പോലും ഒരു പാർട്ടി സമ്മേളനം നടത്തിയാൽ മറ്റൊരു പാർട്ടിക്കാരൻ അതിൽ പോയിരിക്കില്ല, അവന്റെ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കില്ല, അവന്റെ ആദർശവുമായി സഹകരിക്കില്ല. ആ ഒരു സ്റ്റാൻഡ് നമുക്ക് എന്തുകൊണ്ടില്ല? നമ്മുടെ ആദർശമാണ്, അതിന് പങ്കം വരുത്തുന്ന മറ്റൊരു എതിർ വിശ്വാസമാണ്, അതുമായി സഹകരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളിവിടെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചാൽ നമ്മളിലൂടെ ഒരു അമുസ്ലിമിനും ദോഷം വരാൻ പോകുന്നില്ല. നമ്മൾ ഇസ്സത്തുള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര മതസ്ഥരോട് ഇഹ്സാൻ ചെയ്യാൻ, അവരോട് നന്മയോടെ വർത്തിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരുമായുള്ള ഇടപാടുകളിൽ കച്ചവടം നമുക്ക് നടത്താം, അയൽപക്ക ബന്ധം അത് സുദൃഢമാക്കാം. ഇനി മാതാപിതാക്കൾ ഇതര അവിശ്വാസികളാണെങ്കിൽ അവർക്ക് പുണ്യം ചെയ്യാം. ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. അവിശ്വാസികളോട് എങ്ങനെയാണെന്നുള്ള സമീപനം എങ്ങനെയാകണം ഓരോ അവസരങ്ങൾക്കനുസരിച്ച് കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു അതിര് കവിച്ചിലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും സ്കൂളുകളിൽ പിന്നെ അവരുടെ ഉദ്യോഗം നിർവഹിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇതിന്റെ ആഘോഷം പൊടിപൊടിക്കുന്ന കൂട്ടത്തിലാണ്, തിരക്കിലാണ്. ചിലതൊന്നുമില്ല, ഒരു പ്രേരണയില്ലാതെ മറ്റുള്ളവരെ അനുവദിച്ച് വീട്ടിൽ പിന്നെ അതിന്റെ യേശു പിറന്നതിന്റെ സൂചകമായിട്ടുള്ള പുൽക്കൊടികൾ എടുക്കുന്നു, പിന്നെ സ്റ്റാർ തൂക്കുന്നു. മുസ്ലിങ്ങളുടെ വീട്ടിലാണ് അന്ന് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വാസം, ഒരു കേക്കിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു കേക്കിൽ എന്തിരിക്കുന്നു, ഒരു സ്റ്റാറിൽ എന്തിരിക്കുന്നു. സഹോദരങ്ങളെ, വിശ്വാസമാണ്. വിശ്വാസം എന്നുള്ളത് അടിസ്ഥാനമാണ്. അത് പണയം വെച്ചുകൊണ്ട് ആരുമായും സഹകരിക്കാൻ നമുക്ക് കഴിയില്ല. അവർക്ക് അവരുടെ രീതി, നമുക്ക് നമ്മുടെ രീതി. അള്ളാഹുവാണ് അവർക്കും നമുക്കും ഇടയിൽ വിധി നടപ്പിലാക്കേണ്ടത്. ആ ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാകണം. എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കണം.